സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു സയ്യിദ് ആറ്റക്കോയ തങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സമയങ്ങളിൽ പല ചർച്ചകളുമൊക്കെ നടക്കാറുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം അൻസാരി സൂരി ഉസ്താദ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ആരംഭിച്ചതോടുകൂടി ഇദ്ദേഹം വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. അതായത് അൻസാരി സൂരി ഉസ്താദ് ആദ്യം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. ന്യൂസിലൻഡിലുള്ള ഒരു ഹൈന്ദവ സഹോദരൻ അൻസാരി സൂരി ഉസ്താദിന് ഒരു വീഡിയോ അയച്ചു കൊടുക്കുന്നു. അത് ഈ സയ്യിദ് ആറ്റക്കോയ തങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോ ആണ്. അത് അയച്ചു കൊടുക്കാൻ കാരണം എന്തെന്നാൽ ഈ ഹൈന്ദവ സഹോദരൻ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അൻസാരി സൂരി ഉസ്താദിന് ആ ചെറുപ്പക്കാരൻ മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അങ്ങനെ ഈ ഒരു സയ്യിദ് ആറ്റക്കോയ തങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോ അയച്ചു കൊടുത്തുകൊണ്ട് എന്താണ് ഉസ്താദ് ഇതിനകത്തുള്ളത്, ഇതാണോ ഇസ്ലാമിൻ്റെ ഒരു മൂല്യം, അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് അൻസാരി സൂരി ഉസ്താദിന് മറുപടി കൊടുത്തേ മതിയാകും. ആ ഒരു വിഷയത്തിലാണ് അൻസാരി സൂരി ഉസ്താദ് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അതിനെ തുടർന്നാണ് ചർച്ചകൾ വീണ്ടും ആരംഭിക്കുന്നത്. ഏതായാലും ആ ഒരു വീഡിയോ ഞാൻ അവസാനം കാണിക്കാം. അതിനുമുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു വയ്ക്കാനുണ്ട്. ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഉസ്താദ് മറ്റൊരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്യുകയാണ്. അൻസാരി സൂരി ഉസ്താദും ഈ സയ്യിദ് ആറ്റക്കോയ തങ്ങളെന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണമാണ്. അത് അൻസാരി സൂരി ഉസ്താദ് ഇദ്ദേഹത്തെ വിളിച്ചതാണോ എന്നറിയില്ല, ഇദ്ദേഹം ഇനി അൻസാരി സൂരി ഉസ്താദിനെ വിളിച്ചതാണോ എന്നറിയില്ല. ഇവർ തമ്മിലുള്ളൊരു ഫോൺ സംഭാഷണം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി. ഒരു കൊടിമരം, ആ ഒരു കൊടിമരത്തിന് ചുറ്റും ഒരു കിണർ പോലെ എന്തോ കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് നിറയെ പണങ്ങൾ, 100-ൻ്റെയും 500-ൻ്റെയും 50-ൻ്റെയും അടങ്ങുന്ന ഒരുപാട് പൈസകൾ ഇങ്ങനെ കുന്നുകൂടിയിട്ടിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച്, ഇത്തരത്തിൽ ഈ കൊടിമരത്തിന് ചുറ്റും ഇത്തരത്തിൽ നിറയെ പണങ്ങൾ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്നുള്ളതിനെക്കുറിച്ചാണ് അൻസാരി സൂരി ഉസ്താദ് ഈ വ്യക്തിയോട് ചോദിക്കുന്നത്. ആ ഒരു ഫോൺ സംഭാഷണം കൂടി നമുക്കൊന്ന് കേൾക്കാം. അതൊരു ആരാധന വസ്തുവല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ആരാധന വസ്തുവല്ല, ഓക്കെ ശരി. പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് വേണ്ടിയാ? അത് ഞാൻ അറിയില്ല. ആ മറുപടി കൃത്യമായ മറുപടി. തങ്ങൾ എനിക്ക് സ്നേഹമുണ്ട്. നിങ്ങളൊരു കാര്യം എനിക്ക് പറയാം. ഞാൻ പറയട്ടെ, തങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം. തങ്ങൾ ഒരു പാവമാണ്, നിഷ്കളങ്കന. പക്ഷെ വേറെ കാര്യമുണ്ട്, തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത്. വളരെ സ്നേഹത്തെ പറയാം, അത് കച്ചവടമാക്കരുത്. തങ്ങൾ ജനങ്ങൾക്ക് ഈ കൊടിമരത്തിന്റെ താഴെയൊക്കെ പൈസ കൊണ്ടിടുന്നത് എന്ത് പുണ്യമാണ്. ഈ ഒരു ഞാനത് 8 കഴിഞ്ഞ ശേഷം കണ്ട്, ഞാൻ 8 ശേഷം കണ്ടത്. ഞാൻ നോമ്പ് നോക്കിട്ടാ പറയുന്നത്. ഞാനത് കൊടിമരത്തിന് ജനങ്ങൾ ആരാധിക്കുന്നില്ല അന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞത് അതൊരു ഞാനതില് ആരോടും പൈസ ഇടാൻ പറഞ്ഞിട്ടില്ല. അതിലിപ്പോ ഞങ്ങൾ മറ്റുള്ള മണല് നടക്കാൻ നിൽക്കുകയാണ്. അതായത് ഈ പൈസ ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അതിന് ഇദ്ദേഹം പറഞ്ഞ മറുപടി, ഇതെനിക്ക് അതിനെക്കുറിച്ചൊരു അറിവുമില്ല എന്നാണ്. അതായത് അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്നാണ്. കൊടിമരമുണ്ട്, അല്ലെങ്കിൽ അതിന് ചുറ്റും ഈ കിണർ പോലെയുള്ള സംവിധാനങ്ങളും മുകളിൽ ഒരു മേൽക്കൂര പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനകത്ത് പൈസ ഇട്ട കാര്യം അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതിനകത്ത് 1ഉം 2ഉമല്ല, ഒരുപാട് പൈസകൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. എന്തായാലും ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടൊന്നും ഇത്തരത്തിൽ പൈസ ഇങ്ങനെ കുന്നുകൂടില്ല. കുറേ നാളുകൾ കൊണ്ടായിരിക്കും ഇത്തരത്തിൽ പൈസ അതിനകത്ത് ആളുകൾ ഇട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ദിവസങ്ങളായിട്ടും ഇങ്ങനെ ഈ പൈസ ഇടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം അറിയില്ല എന്ന് പറയുന്നതിൽ ഒരു വാസ്തവ വിരുദ്ധമാണെന്ന് പറയേണ്ടി വരും. ഇനി നമുക്ക് ബാക്കി കേൾക്കാം. പൈസ ഞാൻ പറഞ്ഞില്ലല്ലോ, ആ ഇട്ട പൈസ തിരിച്ചു കൊടുത്തായിരുന്നു അവർക്ക്. പിന്നെ പൈസ ഇടരുന്ന് പറഞ്ഞു, പക്ഷെ ഇട്ട പൈസ തിരിച്ചു കൊടുത്തോ? ഇല്ല. എന്തുകൊണ്ടാ? ലക്ഷ്യം അത് തന്നെയാണ്. ലക്ഷ്യപ്രാപ്തി എന്നുള്ളത് അവിടെ പൈസ വീണമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ തങ്ങളെ ഇടുന്ന സമയത്ത് തടയണ്ടേ? ഇത്രയും പൈസ ഇത് പ്രവാസ ലോകത്ത് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ പൊന്നു തങ്ങളെ കഷ്ടപ്പെടുന്ന വിയർപ്പൊഴുക്കുന്ന പൈസ. കേട്ടില്ലേ? ഇട്ട പൈസയെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇട്ട പൈസ അത് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് മുന്നിട്ടിറങ്ങാത്തത് എന്ന് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായ ഒരു ഉത്തരം അദ്ദേഹം പറയുന്നില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും ഒരു തടിതപ്പിപ്പോകുന്നതല്ലാതെ അതിന് കൃത്യമായ ഒരു ഉത്തരം അദ്ദേഹം പറയുന്നില്ല.
അല്ല അതൊന്നും എനിക്ക് പ്രശ്നമില്ല. കാരണം അബീബായ മുത്തനബിക്ക് തെറി കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് ഇൻഷാല്ലാ ദിവസം വരി. നബിതങ്ങളെ തെറി കേട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കുക, നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക. ഞങ്ങൾ അതിനോട് ഉപമിക്കരുത്. മൂസാ നബിയും ചന്ദ്രാപ്പനും മൂസാക്കായും രണ്ടാണ്, അത് മനസ്സിലാക്കണം. ചന്ദ്രാപ്പനും മൂസാക്കാനെ മൂസാ നബിയോട് ഉപമിക്കരുത്. തങ്ങളുടെ ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, നിങ്ങൾ എനിക്ക് ഇഷ്ടം തന്നെയാണ്, മനസ്സിലായ അതിനകത്തൊന്നും കുഴപ്പമില്ല. തങ്ങൾ അങ്ങനെ ഉപമിക്കൊന്നും ചെയ്തിരുന്നില്ല. വിധങ്ങൾ നിങ്ങളെ പല ആളുകളും വരും. നിങ്ങളുടെ തെറ്റിദ്ധാരണ ആദ്യം മാറ്റും. തങ്ങളെ ആരെങ്കിലും ഒരാൾ കമ്പിട്ടിളക്കുമ്പോ അങ്ങനെ കുലുങ്ങുന്ന ആളല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കാലം അത്രയും സോഷ്യൽ മീഡിയ, ഞാൻ ഒരു 2 കൊല്ലത്തിനടുത്തേ ഉള്ളൂ. ഈ കാലം അത്രയും തങ്ങളുടെ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ സജീവമായിട്ട് 2-2.5 കൊല്ലമായിട്ട് സജീവമായിട്ട് കാണുന്ന ഒരാളാണ്. ഈ പലതും കാണുന്നുണ്ട്, പലതും കേൾക്കുന്നുണ്ട്. പക്ഷേ 3 കൊല്ലം മുമ്പുള്ള വീഡിയോ കിട്ടിയേ ഓക്കെ, തങ്ങളെ ഞാൻ പ്രതികരിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ പ്രതികരിക്കേണ്ടി വന്ന കാര്യം പറഞ്ഞില്ലേ. 3 കൊല്ലമാണെങ്കിലും 10 കൊല്ലമാണെങ്കിലും ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിന്റെ ലീഡേഴ്സിനെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾ വീഡിയോ അയച്ചെന്നിട്ട് പറഞ്ഞു, എന്താണ് ഉസ്താദ് ഈ മതത്തിന്റെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കണ്ടേ? എന്റെ മനസ്സിൽ സ്വാഭാവികമായി വൈകാരികത ഉണ്ടാവില്ലേ? എന്റെ മതത്തെ അവഹേളിക്കുന്നതിനോട് വൈകാരികത ഉണ്ടാവില്ലേ? അല്ല പൊന്ന് തങ്ങളെ, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. നിങ്ങൾ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ തങ്ങളൊന്നും നിനക്ക് എന്നോട് ദേഷ്യപ്പെട്ടാൽ ഞാൻ തിരിച്ച് ദേഷ്യപ്പെടത്തില്ലേ? പക്ഷെ വേറെ ഇസ്ലാമിനെ ഞാൻ മറുപടി പറഞ്ഞിരിക്കും. അതിനകത്ത് ഉസ്താദ് തെറി പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇദ്ദേഹം ഇടയിൽ കയറിയിട്ട് അള്ളാഹ് എന്നെ തെറി പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം നബിതങ്ങളും തെറിവിളി കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങളെയും അദ്ദേഹത്തെയും തമ്മിൽ താരതമ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നബിതങ്ങൾ ഇവിടെ കിടക്കുന്നു, അതോടൊപ്പം ഈ പറയപ്പെടുന്ന വ്യക്തികളും ഞാനുമടക്കം ഇവിടെ കിടക്കുന്നു. അതിനും അദ്ദേഹം മനോഹരമായ ഒരു മറുപടിയായിരുന്നു അൻസാരി സൂരി ഉസ്താദ് കൊടുത്തത്. നമ്മുടെ ഈ അടുത്ത കാലങ്ങളിലായി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംഭവമാണ് ഈ ദുആ മജ്ലിസുകളും ഓൺലൈൻ മീഡിയ, യൂട്യൂബ്, ഫേസ്ബുക്ക് അടക്കമുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതുപോലെ കുറേ പണ്ഡിതന്മാർ, ഉസ്താദുമാർ കുറെ ദുആ മജ്ലിസുകളും മറ്റുമൊക്കെ നടത്താറുണ്ട്. ചില ആളുകളൊക്കെ നല്ല രീതിയിലൊക്കെ നടത്തി പോകുന്നവരുണ്ട്. എന്നാൽ മറ്റു ചിലർ സമ്പാദ്യം, പൈസ അത് ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ട് പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്നുള്ള ചിന്താഗതിയിൽ നടത്തിപ്പോകുന്ന കുറേ ആളുകളുണ്ട്. ഈ ചില ഉസ്താദന്മാരുടെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് അവരുടെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക, ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക, പിന്നെ ആത്മീയപരമായ ചികിത്സയ്ക്കുള്ള ഫണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ ഇത്തരത്തിൽ ദീനിനെ വിറ്റുകൊണ്ട് കാശാക്കുന്നു എന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും ആളുകൾ ചെയ്തു കൂട്ടുന്നുണ്ട്. അത്തരത്തിൽ നൂറെ ഹബീബ് എന്ന് പറയുന്ന ഒരു ദുആ മജ്ലിസും ഇദ്ദേഹം നടത്തി വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലും പെട്ടുപോകുന്നത് പാവപ്പെട്ട സ്ത്രീകളാണ്. നിഷ്കളങ്കരായ, നിരാലംബരായ സ്ത്രീകൾ. ആ പാവം സ്ത്രീകളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ അവരുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അവർ ഒരു ആശ്രയം കണ്ടെത്തുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾക്കാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മകളുടെ കല്യാണം ശരിയായില്ല എങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, സ്വന്തമായ വീടില്ലാത്തവരുണ്ടെങ്കിൽ, രോഗമുള്ളവരുണ്ടെങ്കിൽ, അതെങ്ങനെയെങ്കിലും മാറണമെന്നുള്ള ഒരു ചിന്തയോടുകൂടി ഇത്തരത്തിൽ ഈ ദുആ മജ്ലിസ് നടത്തുന്ന ഉസ്താദുമാർക്കും ഇതുപോലെയുള്ള കുറേ ആളുകൾക്കൊക്കെ പൈസ കൊടുക്കാറുണ്ട്. ഈ പാവം സ്ത്രീകൾ ഇങ്ങനെ കൊടുക്കാനുള്ള കാരണവും ഇവർ തന്നെയാണ്. ഇത്തരം ആളുകളൊക്കെ വീഡിയോയിൽ കൂടെ വിളിച്ചു പറയാറുണ്ട്, നിങ്ങളുടെ അസുഖം മാറാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ നിങ്ങൾ സംഭാവന ചെയ്യണമെന്നൊക്കെ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പലപ്പോഴും ഇത്തരം ചതിക്കുഴികളിൽ സ്ത്രീകൾ വീഴാറുണ്ട്. എന്നാൽ അതിലൂടെ കിട്ടുന്ന ഫണ്ടുകളും പൈസകളും സ്വർണങ്ങളുമെല്ലാം എവിടേക്കാണ് പോകുന്നത്, ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഒരു വ്യക്തതയുമില്ല. അതിനെക്കുറിച്ച് ആരും അങ്ങനെ ചോദിക്കാറുമില്ല. ഇതിനെക്കുറിച്ചൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അവരവിടെ കടന്നു വരുവാനുള്ള കാരണം ഇതുപോലെയുള്ള ആളുകളുടെ ഇത്തരം ദുആ മജ്ലിസുകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇത്തരം പരിപാടികൾ കണ്ടിട്ടോ ഒന്നുമല്ല. വിശുദ്ധ ഖുർആനും ഹദീസും പഠിച്ചുകൊണ്ട് അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ ആ ഒരു മനോഹരമായ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. ഇസ്ലാമിൽ പഠിപ്പിക്കാത്ത, പ്രവാചകൻ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളുമാണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത്. നോക്കൂ, ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ എന്നെ ഒരു മുജാഹിദുകാരനാക്കാം, ഒരു സലഫിക്കാരനാക്കാം. എന്നാൽ ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം, ഞാൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തിൽ ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയാണ് എന്ന് കരുതിക്കൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ അത് കണ്ടിട്ടും കാണാത്ത മട്ടിൽ പോകാൻ പാടില്ല. വിമർശിക്കേണ്ട വിഷയങ്ങളെ അത് ശക്തമായി വിമർശിക്കുക തന്നെ വേണം. നല്ല കാര്യങ്ങൾ ആര് ചെയ്യുന്നുവോ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. ഞാനൊരു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയക്കാരനായതുകൊണ്ട് തന്നെ മറ്റുള്ള ആശയങ്ങൾ എതിർക്കാനോ കളിയാക്കാനോ പരിഹസിക്കാനോ നിൽക്കാറില്ല. ഏത് സംഘടനയിൽ, ഏത് ആശയത്തിൽ ആര് നല്ലത് ചെയ്തു കഴിഞ്ഞാലും അതിനെ പ്രോത്സാഹിപ്പിക്കാനും തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയുകയുമാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇതുപോലെയുള്ള ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ഇത്തരം പരിപാടികൾ അത് യഥാർത്ഥത്തിൽ
ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ പരിഹാസ്യമാക്കാനും കളിയാക്കാനുമുള്ള അവസരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓൾറെഡി ഇവിടെ കുറേ എക്സ് മുസ്ലിമും യുക്തിവാദികളും നിരീശ്വരവാദികളും അതോടൊപ്പം ക്രിസ്തംഗികളും ഒക്കെ ചുറ്റും കൂടി നിന്ന് ഇസ്ലാമിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ കരിവാരി തേക്കാൻ, കളിയാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇത്തരം വിഷയങ്ങൾക്കെതിരെ ബഷീർ ഫൈസി ദേശമംഗലം ഇതിനു മുമ്പ് മനോഹരമായ ഒരു മറുപടിയാണ് കൊടുത്തത്. ഞാൻ ആ വീഡിയോ കൂടി ഒന്ന് കാണിക്കാം. പിന്നെ അത് പ്രാർത്ഥനാ സമ്മേളനമായി, പിന്നെ അത് ആത്മീയ തട്ടിപ്പായി മാറി. നമ്മൾ എനിക്ക് ഇല്ലെങ്കിൽ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ പഠിച്ചവനെ ഒന്ന് നിലവിളിക്കാൻ ആത്മാർത്ഥമായിട്ട് കഴിയും. ഇപ്പൊ ലക്ഷങ്ങൾ കൂടുന്ന പരിപാടി ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. എന്താണ് പെണ്ണുങ്ങൾക്ക് ഒരു അന്തമില്ലാതെ പോയത്? എന്താണ് ബസ് വിളിച്ച് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നൊക്കെ ആൾക്കാരെ അടിച്ച് കയറുകയാണ്. പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയില്ലാതെ പണത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ദുആ സമ്മേളനങ്ങള് നിർത്തണമേ ഉമ്മത്ത്. പണത്തിന് വേണ്ടിയുള്ള ദുആ സമ്മേളനങ്ങൾ നിർത്തണം. പിരിവ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. പിരിവ് വേണം. ഇവിടെ പരിപാടി നടക്കുമ്പോൾ പിരിവ് വേണ്ടി വരില്ലേ? പിരിവ് മാത്രം ലക്ഷ്യമാക്കിയിട്ട് പരിപാടി നിസ്കരിക്കില്ല. നിങ്ങൾ മജ്‌ലിസുന്നൂറിനും ദുആ സമ്മേളനത്തിനും മാത്രം ഇങ്ങനെ ഓടിക്കൂടിയാൽ മതി, സ്വർഗം അങ്ങോട്ട് തുറന്നു കിട്ടും. പരിപാടി വെക്കുക, നിസ്കരിക്കാതിരിക്കുക, നടക്കൂല. ഒരു കാര്യമില്ല പരിപാടി. അപ്പൊ അങ്ങനത്തെ തട്ടിപ്പുകളൊക്കെ ലൈവ് പരിപാടി നടക്കുക. ഇവിടെ വെള്ളം വെക്കുക, എന്നിട്ട് ഊതുക, വീട്ടില് ഫലം കിട്ടുക. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ തട്ടിപ്പാണെന്ന് ആരും കരുതണ്ട. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെയും മശായിഖന്മാരുടെയും മാർഗമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അത് തട്ടിപ്പല്ല. സോഷ്യൽ മീഡിയയിലൂടെ തട്ടിപ്പിലൂടെ ആളുകളുടെ പണം കവരാൻ വേണ്ടി മാത്രം പരിപാടി നടത്തുന്നത് ശരിയല്ല. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പുണ്ടായി. ഖുർആൻ ഓതുമ്പോ തെറ്റി ഓതുക. ഖുർആൻ തെറ്റിയിട്ട് ഓതാനുള്ള ഗ്രന്ഥാണോ? ഫാത്തിഹ പോലും നേരായി ഓതാൻ അറിയാത്ത ആളെങ്ങനെയാണ് ആത്മീയ നേതാവുക? എനിക്ക് മനസ്സിലാവാനില്ല. ഭയങ്കര ആൾക്കാരായിട്ട്. ഇതോടൊപ്പം ഈ ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഒരു വീഡിയോ കൂടി ഞാൻ കാണിക്കാം. ആണാണെങ്കില് എടോ തന്തക്ക് പിറന്നവനാണെങ്കില് നീ ഇടാ ഒന്ന് ഫോട്ടോ ഇട്ടാ ഒന്നിട്ടാ. എടാ വാപ്പാനെ പറയിപ്പിക്കല്ല മോനെ അല്ലേ? അതെടുത്തോനെ ഓൻ്റെ ഇതുണ്ടോ അവന്? ഇൻഷാല്ലാ ഞാൻ അവനക്ക് മറുപടി ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇൻഷാല്ലാ ഓനിക്കുള്ള അവനിക്കുള്ളത് ഞാൻ തുടങ്ങണം. എനിക്ക് അവന്റെ പേര് കേൾക്കുമ്പോ കലിയാണ്. അപ്പൊ ഇനി ഇൻഷാല്ലാ ഞാനും പിന്നെ ഒരു ഫേസ്ബുക്ക് തുടങ്ങി കേട്ടാ. ഇൻഷാല്ലാ അവനോട് പറയാണ്, എടോ നീ തന്തക്ക് പിറന്നവനാണെങ്കില് നാ പൊക്കിയ ഫോട്ടോ ഒക്കെ എടുത്തിട്ടേ നാട്ടുകാർക്ക് തൊടുത്തിട്ട് ആണാണ് കേട്ടാ. അവന്റെ കഷ്ടകാലം വരാൻ പോകണം ഇവിടുന്ന് അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് കേട്ടോ. അതായത് ഇദ്ദേഹം ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ ഒരു വാക്ക് തർക്കത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നം കാരണത്താൽ ഇദ്ദേഹം അദ്ദേഹത്തോട് സംസാരിക്കുന്ന ഒരു ശൈലിയാണിത്. തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ആണാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹം ഒരു ആറ്റക്കോയ തങ്ങളെന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ്. ഇനി അഥവാ അങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സംസാരിക്കേണ്ട രീതി ഇങ്ങനെയാണോ? ഒരു ആത്മീയ നേതാവാണെന്ന് പറയുന്നു, ഒരു സെയ്ദാണെന്ന് പറയുന്നു, എന്നിട്ടാണ് ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇദ്ദേഹത്തെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് സ്വന്തമായ ഒരു പാട്ടിറക്കിയ വ്യക്തിയാണ്. അത് ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിലേക്ക് വലിയൊരു ചർച്ചയായി. അതോടൊപ്പം തെറ്റായ ഖുർആൻ ഓതിയതും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. അതോടൊപ്പം ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒരുപാട് സ്വർണ്ണമാലകൾ ഇവിടെ നിന്ന് ആരൊക്കെയോ നയിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം ഇതിങ്ങനെ തൂക്കിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര കോടി രൂപയുടെ ഫണ്ട് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പണങ്ങളും സ്വർണങ്ങളും വരുന്നത് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ്. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അൻസാരി സൂരി ഉസ്താദ് ഇട്ട ആ ഒരു വീഡിയോ അത് ഞാനത് കാണിക്കാം. പ്രിയപ്പെട്ട സ്നേഹജനങ്ങളെ, ഞാൻ ഈ തങ്ങളെ പരിഹസിക്കാനൊന്നും വന്ന ആളല്ല കേട്ടോ. നമ്മളതിന് യോഗ്യനുമല്ല. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നത് മുസ്ലിം സഹോദരങ്ങളല്ല കേട്ടോ. ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന അക്ഷയ് എന്ന സഹോദര സമുദായത്തിൽപ്പെട്ട എന്റെ കൂട്ടുകാരുണ്ട്. അദ്ദേഹം ഏറെക്കാലമായി പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നു. നൈരന്തര്യമായി ഞാനുമായി വാട്സപ്പിൽ ബന്ധപ്പെടുന്ന ഒരാളാണ്. ഇസ്ലാമിന്റെ പലതരത്തിലുള്ള തത്വസംഹിതയും
പരിശുദ്ധമായ ഇസ്ലാമിന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള പല ആളുകളുടെ നീതിബോധത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം കുറിപ്പുകൾ എഴുതി വായിച്ചതിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്യാറുണ്ട്. അദ്ദേഹം ഇന്ന് എനിക്ക് അയച്ചെന്ന വീഡിയോ ആണിത്. ഇതെന്നെ കാണിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നു, പടിഞ്ഞാറ് രാജ്യങ്ങളിലേക്ക് മുസ്ലിം പണ്ഡിതന്മാർ, അതിൽ ഒന്ന് രണ്ട് ആളുകൾ എനിക്ക് ഉദാഹരണ സഹിതം കാണിച്ചു, ഈ കണ്ണിന്റെ ഉള്ളിൽ ടാറ്റു ചെയ്ത് ഏലിയൻസ് ആകാൻ വേണ്ടി ജീവിക്കുന്ന അത്രയും തലച്ചോറ് നശിച്ചുപോയ ചിന്താവൈകലുള്ള മനുഷ്യരെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സൽപാന്താവിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവർ പിന്നീട് പ്രബോധകരായി മാറുന്ന നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോ, അതിന്റെ ലിങ്ക് അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് ഈ വീഡിയോ കൂടെ അയച്ചു തന്നിട്ട് എന്റെ ചോദിച്ചു, എന്താണ് നമ്മുടെ കേരളത്തിലെ മനുഷ്യരുടെ അവസ്ഥ എന്ന് ചോദിച്ചു. സത്യത്തിൽ അദ്ദേഹത്തിന്റെ പരിമിതമായ അറിവാണ്. കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ഈ രൂപത്തിലല്ലല്ലോ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസ വിപ്ലവം നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാർ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കെല്ലാം സുപരിചിതമാണ്. അതിനൊക്കെ അപ്പുറം ഞാനൊരു കാര്യം നിങ്ങളെ മനസ്സിലാക്കി തരാം. നിങ്ങളുടെ ഈമാൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ എന്റെ കയ്യിരിക്കുന്ന പുസ്തകം കണ്ടോ, മനുഷ്യനും മതവും എന്ന പുസ്തകമാണ്. ഇതിന്റെ രചയിതാവ് ബഹുമാനപ്പെട്ട PMK ഫൈസി ഉസ്താദ് മർക്കസിലെ മുൻ മുദരിസായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ 60-70 വർഷത്തെ ഹ്രസ്വമായ ജീവിത കാലയളവ് കൊണ്ട്, തന്റെ ജീവിതം കൊണ്ടും താൻ പഠിച്ച പരിശുദ്ധമായ ഇസ്ലാമിന്റെ വൈവിധ്യമാർന്ന ദൃഢമായ ആശയങ്ങൾ സരളവും സമ്പൂർണമായി ജനങ്ങളിലേക്ക് പങ്കുവച്ചപ്പോൾ 2000-ലധികം ആളുകൾക്കാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മതം നുകരാനുള്ള വഴി ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരുക്കി കൊടുത്തത്. 2000-ലധികം ആളുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ഭാഗമായി എന്നുള്ളതാണ്. നമ്മൾ ആരെങ്കിലും അതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? ഞാനിത് പറഞ്ഞത് പണ്ഡിതന്മാരുടെ ജീവിതവും ലക്ഷ്യവും എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് കുറഞ്ഞ കാലയളവ് കൊണ്ട് പഠിപ്പിച്ചു പോയ ഒട്ടേറെ മഹാരഥന്മാരായ ആളുകൾ നമുക്കുണ്ട്. അവർക്കിടയിൽ അവരുടെ ഓർമ്മകൾ നമുക്ക് നിലനിൽക്കുമ്പോഴാണ് ഇത്തരം വീഡിയോസുകൾ നമുക്ക് മുമ്പിൽ വരുന്നത്. ഒരർത്ഥത്തിൽ നമ്മൾ ഉത്തരമില്ലാതെ സ്തബ്ധരായി പോകാറുണ്ട്. മറ്റ് സമുദായക്കാർ ചോദിക്കുന്ന പോലെ എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇസ്ലാം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ അവർ യൂട്യൂബിൽ നടിച്ചു നോക്കിയാൽ അഡ്മിൻ സ്ഥാനത്തിരിക്കുന്ന ജമീല താക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന, ഇന്ന് 1000 പേരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർത്ത സുൽഫത്ത് താത്താക്ക് വേണ്ടി നിരന്തരമായ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന, ഉറുമ്പ് കയറിയാലും കടന്നു മൂത്രമൊഴിച്ചാലുള്ള ദിക്റുകൾ, ഇതൊക്കെയാണ് ഇസ്ലാമെന്ന് മറ്റ് സഹോദരങ്ങൾ മനസ്സിലാക്കി പോവുകയാണ്. എന്തിനേറെ അവർ ഊറിച്ചിരിക്കുകയാണ്. ഇത്തരം വീഡിയോ വരുമ്പോൾ ഉറുമ്പ് കയറിയാലും കടന്നു മൂത്രമൊഴിക്കുന്നവനും എന്ത് ചെയ്യണമെന്ന തരത്തിലുള്ള അധികാറുകളൊക്കെ പഠിപ്പിക്കുന്ന തരത്തിലേക്ക് പോയി. അതൊന്നും വേണ്ട എന്ന് നമ്മളാരും പറയുന്നില്ല. പക്ഷേ നിങ്ങളെ കേൾക്കാൻ തത്സമയം 1,00,000 ആളുകളൊക്കെ ഉണ്ടാകും, അല്ലെ? നമ്മളൊരു സ്ഥലത്തൊരു പഞ്ചായത്ത് വേണ്ടി പരിപാടി വെച്ചാൽ ഏറ്റവും കൂടുതൽ 1000 പേര് പങ്കെടുത്തെന്ന് വിചാരിക്കുക. എത്ര രൂപ 1000 കസേരക്ക് ചിലവാകും, സ്റ്റേജ് മൈക്കൊക്കെ, അല്ലെ? എന്നാൽ 249 രൂപ റീചാർജ് ചെയ്താൽ തത്സമയം നിങ്ങളുടെയൊക്കെ മുമ്പിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇരിക്കുകയാണ്. ആ മനുഷ്യർക്ക് നിങ്ങൾ ദിക്റും സ്വലാത്തും ഒക്കെ ചെല്ലിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് ഇസ്ലാം, എന്താണ് ഇസ്ലാമിന്റെ വ്യത്യസ്തത, മതം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ എന്താണ്, മതം ഉൾക്കൊള്ളുന്നവനിക്കുണ്ടാകുന്ന പരിവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങി പരിശുദ്ധമായ ഇസ്ലാമിന്റെ വൈവിധ്യ നീതിബോധ തലങ്ങളെയൊക്കെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ അവർക്ക് അള്ളാഹുവിന്റെ ദീൻ ഹക്കായിട്ട് മനസ്സിലാവൂലേ? ഈ അറിഞ്ഞു വിശ്വസിക്കുക എന്നുള്ളത് അറിയാതെ വിശ്വസിക്കുന്നതിനേക്കാൾ മാധുര്യമാണ്. പല ആളുകൾക്കും അറിയത്തില്ല ഇസ്ലാം എന്താണെന്ന് മനസ്സിലാകാത്ത അനേകായിരം മനുഷ്യർ. അവർ നിങ്ങളിങ്ങനെ ബെറുബെറുന്ന് ചെല്ലിക്കുന്നതിന് പകരം അത് ചെല്ലിക്കുന്നതോടൊപ്പം തന്നെ ആളുകൾക്ക് ഇസ്ലാം എന്താണെന്ന് കൂടി പഠിപ്പിച്ചു കൊടുത്താൽ എത്ര രസമായിരിക്കും. പടിഞ്ഞാറൻ രാജ്യങ്ങളിലുള്ള ആയിരക്കണക്കിന് മനുഷ്യർ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ മണ്ണിൽ ഇസ്ലാം പരിഹാസ്യ കഥാപാത്രമായി മാറുന്നതിന്റെ കാരണം എന്തറിയോ? ഇതൊക്കെയാണ്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ തങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനപ്പുറം നമ്മുടെ കുടുംബം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെങ്ങന്മാർ ഇത്തരം കാര്യങ്ങൾക്ക് ഇരുന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെയൊക്കെ വിജയം. നമ്മൾ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്ത് പലതരത്തിലുള്ള പ്രതിഭകളുണ്ട്. ആ പ്രതിഭകളെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ആ മാർക്കറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിന്റെ ഉപഭോക്താക്കൾ വേണം. അതിന്റെ ഉപഭോക്താക്കൾ ആരാ? എന്റെയും നിങ്ങളുടെയൊക്കെ ഭാര്യമാര്. അപ്പൊ അവരെ നിങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം കച്ചവടം പൂട്ടിപ്പോകുന്നുള്ളതാണ്. അതിനപ്പുറം അദ്ദേഹത്തെ പരിഹസിച്ചും ട്രോളിയും ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകൾക്ക് അവരുടെ കയ്യിലുള്ള പ്രതിഭകൾ മാർക്കറ്റാക്കും. ആ മാർക്കറ്റ്, ആ സാധനം ജനങ്ങളിലേക്ക് വെക്കുമ്പോൾ അത് ദായകമാകുമെന്ന് ഉപഭോക്താക്കൾക്ക് സ്വീകരിക്കാൻ ആളുണ്ട് എന്ന് കച്ചവടക്കാരനെ ബോധ്യപ്പെടുമ്പോഴാണ് അയാൾ വീണ്ടും ആവേശം കൊണ്ട് അതിൽ തിമിർക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ പിൻവലിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ ശൂന്യമാകും. നിങ്ങളെ മതം പറയൂ, മനുഷ്യരെ മനുഷ്യരാക്കി തീർക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും
തൗഫീക്ക് നൽകുമാറാകട്ടെ.